എൻ്റെ സിനിമകൾ ഭരതേട്ടൻ ആദ്യത്തെ 2 സിനിമ വിദ്യാരംഭവും ആകാശക്കോടൽ സുൽത്താനും കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനത്തെ സിനിമ ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ജീവിക്കാൻ വേണ്ടിയാണ്. ജീവിക്കാൻ വേണ്ടി വല്ല മത്തിക്കച്ചവടം ചെയ്തു തുടങ്ങി വെച്ചു. അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു, ഷോക്കിംഗ് റിയാലിറ്റി ആയിരുന്നു. ചെയ്യാൻ പോകുന്ന സിനിമ എൻ്റെ ആദ്യ സിനിമ ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇതുവരെ ചെയ്തതൊക്കെ ഓരോ വഴികളിൽ വന്നു ഭവിച്ചതും അല്ലെങ്കിൽ ചെയ്യേണ്ടി വന്നതും ഒക്കെയാണ്. ഒന്ന് ഞാൻ തീരുമാനിച്ചു, ഇനിയും അടുത്തത് കുറേ സമയമൊക്കെ സമയമെടുത്തുകൊണ്ട് നന്നാവണമെന്നില്ല, ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഒരു ഫസ്റ്റ് ഫിലിം ചെയ്യണം. ഒരു സിനിമയിലും ചെയ്തിട്ട് വേണം ഇവിടുന്ന് പോകാൻ. സംവിധായകൻ ശ്രീ ജയരാജ് നമ്മുടെ കൂടെ. നമസ്കാരം സർ. നമസ്കാരം. മെഹഫിലിന് കേൾക്കുമ്പം ഒരു മ്യൂസിക് റിലേറ്റഡ് സ്റ്റോറിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ പോസ്റ്റർ കാണുമ്പോൾ മുല്ലശ്ശേരി രാജഗോപാലിനെയും ഫാമിലിയെയും കാണുന്നുണ്ട്. അതേ ഒരു ഗെറ്റപ്പിലാണ് മുകേഷിനെയും ആശാശരത്തിനെയും കാണുന്നത്. അപ്പം എന്താ ഒരു കണക്ഷൻ? എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കണക്ഷനുണ്ട്. ഞാൻ മുല്ലശ്ശേരിയിൽ ചെല്ലുന്ന ഒരു രാത്രി, നല്ല സന്ധ്യ, അതൊരു മെഹഫിൽ രാവായിരുന്നു. കാരണം ആദ്യമായിട്ട് തന്നെ രഞ്ജിത്തും ഗിരീഷ് പുത്തഞ്ചേരിയും കൂടെ കൊണ്ടുവന്നു. ഒരു വീട്ടിൽ കൊണ്ടുപോകാം, നീ അത്ഭുതപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെല്ലുന്ന ഒരു സന്ധ്യയ്ക്ക് മുല്ലശ്ശേരിയിലൂടെ ചെല്ലുമ്പോൾ അവിടെ കുറേ ഗായകരും, ഇപ്പം പൂതേരി രഘുവേട്ടനുണ്ട്, തബല വായിക്കുന്നു. മ്യൂസിക് ഡയറക്ടറായിരുന്നു രഘുകുമാർ എന്നുള്ള പേരിൽ. പിന്നെ ഡോക്ടർ ഷക്കീൽ ഹാർമോണിയം വായിക്കുന്നു. അങ്ങനെ കുറേ അധികം മ്യൂസിഷ്യൻസ് ഒരു വീട്ടിൽ. ചെല്ലുമ്പോൾ തന്നെ ഒരു ചെറിയ വീടാണെങ്കിൽ ഒരു നല്ല പൂന്തോട്ടമുണ്ട്, ഒരുപാട് ആൻറ്റിക്സ് ഒക്കെ ഉണ്ട്. ഒരു ഭയങ്കര കൂൾ ഫീലാണ് അകത്തോട്ട് ചെന്ന് ചെന്നിങ്ങനെ എല്ലാവരും ചിരിച്ച് സന്തോഷിച്ച അന്തരീക്ഷം. അകത്തോട്ട് ചെല്ലുമ്പോൾ എല്ലാം ഫോക്കസ് ചെയ്യുന്നത് കിടക്കുന്ന ഒരാളിലേക്കാണ്. രാജുവേട്ടൻ, മുല്ലശ്ശേരി രാജുവേട്ടൻ കിടക്കുകയാണ്, കുറേ കാലങ്ങളായിട്ട് കിടക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പം എന്ന് പറഞ്ഞാൽ എന്നെ കെട്ടിപ്പിടിക്കുമ്പം ഞാൻ അത്ഭുതപ്പെട്ടു. എത്രയോ കാലത്തെ നമുക്കൊരു ബന്ധമുള്ള പോലെ തോന്നുന്നു. ആ കാൽക്കലിരുന്ന് ഗസൽ കേൾക്കുമ്പോൾ എല്ലാവരുടെ മുഖത്ത് സന്തോഷം തോന്നുമ്പോൾ എനിക്ക് അറിയാത്തൊരു ഫീൽ. ഇന്നും ഞാൻ അവിടെ പോകുന്നുണ്ട്. രാജുവേട്ടനില്ല, ചേച്ചി മാത്രമേ ഉള്ളൂ. പക്ഷേ അതേ പ്രസരിപ്പോടെ ചേച്ചി നിൽക്കുന്നു. ആ പൂന്തോട്ടമൊക്കെ അങ്ങനെയുണ്ട്, എല്ലാം അങ്ങനെയുണ്ട്. അപ്പോൾ എത്ര മനസ്സിൽ വിഷമത്തോടെ നമ്മൾ ചെന്നിട്ടും അവിടെ ഇരുന്ന് നമുക്ക് സന്തോഷം വരും, അല്ലെങ്കിൽ ഒരു ഭയങ്കര കാം ഫീലാണ്. അതെ, എനിക്ക് മാത്രമല്ല, അവിടെ വരുന്ന എല്ലാവർക്കും അത് തന്നെയാണ്. ഒരുപാട് പേര് വരാറുണ്ട്. അപ്പം അവർ കൊടുക്കുന്ന ഒരു രാജുവട്ടം പകർന്നു കൊടുത്ത ഒരു ഊഷ്മളതയുണ്ട്. അതായത് നമ്മുടെ ദുഃഖവും വേദനയും മറ്റുള്ളവർ പറയരുത്, എന്നാൽ ആരും വരില്ല, നമുക്ക് ചിരിച്ചുകൊണ്ട് എല്ലാവരും സ്വീകരിക്കുക. ഇതായിരുന്നു പുള്ളിയുടെ ഫിലോസഫി. ചേച്ചി ഇന്നും ഫോളോ ചെയ്യുന്നതാണ്. ചേച്ചിക്കും ഇടയ്ക്ക് ക്യാൻസറൊക്കെ വന്നു, പക്ഷേ ചേച്ചി അത് സർവൈവ് ചെയ്തിട്ട് ഇപ്പോഴും, അല്ലെങ്കിൽ ക്യാൻസർ വിന്നറാണ് ചേച്ചി. ഇത്രയും 15 വർഷമായിട്ട് ചേച്ചി അതിനെ ഓവർകം ചെയ്തു ഇപ്പോഴും ചിരിച്ചുകൊണ്ട് നമുക്ക് സ്വീകരിക്കുന്നു. അപ്പോൾ ഇതൊരു പ്രമേയമാകുകയാണ്, അല്ലെങ്കിൽ ഒരു ഫിലോസഫിയാണ്. രാജുവേട്ടൻ്റെ കഥ എന്ന് പറയുമ്പം ഒരു സന്ധ്യയ്ക്ക് അവിടെ നടന്ന ഒരു ഗസൽ അന്തരീക്ഷത്തിൽ കുറേ ജീവിതങ്ങൾ അവിടെ വന്നു പോകുന്നു. പലരുടെയും പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട് ആ കിടപ്പിൽ. അപ്പോൾ എങ്ങനെ 90% ഡിഫറെൻ്റ് ലേബിൾഡായിട്ട് ഒരാൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിനെ എങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രമേയം. അവിടെ ഒരുപാട് 6-7 ഗസലുകൾ വന്നു പോകുന്നുണ്ട്, പാടുന്നവരുണ്ട്, വന്നു പോകുന്നവരുണ്ട്. അവരുടെ ബന്ധങ്ങളൊക്കെ നേരെയാവുന്ന പോലെ തോന്നും. ഇത് സത്യം തന്നെയാണ്. അതൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ രാജുവേട്ടൻ്റെ ജീവിതത്തിൻ്റെ ഒരു അല്ല ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഫിക്ഷണൽ എലമെൻ്റാണ് മുല്ലശ്ശേരി രാജുവേട്ടൻ്റെ ദേവാസുരത്തിലെ മംഗലശ്ശേരി നിലകണ്ഠനായി മാറിയത്. അതെ, പക്ഷേ അതൊരു ഇൻസ്പയറിങ് ഫിക്ഷനാണ്, അത്രേ ഉള്ളൂ. മുകേഷായിട്ട് വീണ്ടും ഒരു അസോസിയേഷൻ വരികയാണ്. ഉണ്ണിമുകുന്ദൻ ഈ പറഞ്ഞ പോലെ കാതികനിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം മുകേഷിനെ എങ്ങനെയാണ് ഈ ക്യാരക്ടറിലേക്ക് തിരഞ്ഞെടുക്കാം? കാരണം മുകേഷ് ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആക്ടറാണ്. മലയാള സിനിമയിലെ ഔട്ട്സ്റ്റാൻഡിങ് ആക്ടേഴ്സിൽ ഒരാളാണ് മുകേഷ്. എല്ലാം മുകേഷിൻ്റെ കണ്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ചടുലമായ ക്യാരക്ടേഴ്സാണ്. ഓടി നടന്ന സിദ്ദിഖിൻ്റെയൊക്കെ എന്തെങ്കിലും കാതികളിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഫുൾ ടൈം കിടക്കുക, ചെറിയ കൈയുടെ ചലനങ്ങളും മുഖത്തിൻ്റെ ചിരിയും. പക്ഷേ അതിലൂടെ പുള്ളി പെർഫോം ചെയ്യുന്നുണ്ട്. ആ ക്യാരക്ടറിൽ ഒരുപാട് നമുക്ക് അറിയാം. ആ ഫുൾ ഫിലിം കണ്ടു കഴിയുമ്പോൾ അറിയാം എത്രമാത്രം പുള്ളി ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയാം. അതുകൊണ്ടും പിന്നെ രാജുവേട്ടൻ്റെ എവിടെയോ ഒരു ഛായ എനിക്ക് തോന്നും. ചില ട്രെയിലർ കാണുമ്പോഴൊക്കെ ആ ഇരിക്കുന്ന കാണുമ്പോൾ തോന്നും രാജുവേട്ടനാണെന്ന് തോന്നും. അതുപോലെ തന്നെ ചേച്ചി ബേബിച്ചിയുടെ അതേ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അതേ രൂപം തോന്നും നമ്മുടെ ആശാശരത്തിൻ്റെ. ആ
ചുരുണ്ട മുടിയും പൊട്ടുമൊക്കെ തൊട്ട് ചേച്ചി എക്സാക്ട്ലി ചേച്ചി ആ 2 ഫോട്ടോ കണ്ടില്ലേ, കണ്ടു. ഏതാണ്ട് സിമിലറാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ രഞ്ജിത്ത് സാറ് ദേവാസുരം എന്നൊരു സിനിമയിൽ കഥാപാത്രത്തെ വേറൊരു രീതിയിൽ അവതരിപ്പിച്ചു. ഇപ്പം പുള്ളി വീട്ടിൽ കൊണ്ടുപോയി സാറിന്റെ മനസ്സിൽ വേറൊരു സിനിമ രൂപപ്പെട്ടു. രഞ്ജിത്ത് സാറിന്റെ സിനിമ എഴുതിയിട്ടുണ്ട്, ജോണി വാക്കർ. നിങ്ങൾ തമ്മിൽ ഉള്ളൊരു സൗഹൃദവും ഈ സിനിമയെ ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാവുകയോ ഒക്കെ ഉണ്ടോ? എൻ്റെ കോഴിക്കോട് സൗഹൃദത്തിൻ്റെ കണ്ണി രഞ്ജിത്താണ്. ഓക്കെ. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട് അങ്ങനെയാണ് കോഴിക്കോട് എത്തുന്നതും. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ രഞ്ജിത്തിലൂടെ ഉണ്ടായി. രഞ്ജിയുടെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ സുഹൃത്തുക്കളായി. അങ്ങനെ രഞ്ജി പരിചയപ്പെടുത്തി ഗിരീഷ് പുത്തഞ്ചേരി, അങ്ങനെ ഗിരീഷിനൊരു ബ്രേക്ക് ഉണ്ടാവുന്നു. ഗിരീഷ് പരിചയപ്പെടുത്തിയാണ് രാജുവേട്ടനെ. അതിലൂടെ വേറെ കുറേ പേരെ പരിചയപ്പെട്ടു. എല്ലാം കണക്റ്റഡ്, ഇതെല്ലാം ത്രൂ മ്യൂസിക്കാണ്. അതാ രസം. എല്ലാം സംഗീതത്തിൻ്റെ ഛായ ഉണ്ട് എവിടെയൊക്കെയോ. ഇതിൻ്റെ അകത്ത് 2 കഥാസന്ദർഭങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഞാനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രമാണ് ഉണ്ണിമൂന്നും ചെയ്തിരിക്കുന്നത്. രഞ്ജിത്തുമായിട്ട് ചേർന്ന ഒരു കഥാപാത്രമാണ് കൈലാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നെ രഞ്ജിത്ത് കൊണ്ടുപോയ പോലെ തന്നെയാണ് കൈലാസ് ഉണ്ണിമൂന്നിനെ വീട്ടിലേക്ക് കൊണ്ടിരുന്നത്. അപ്പോൾ ആ സന്ധ്യയിൽ എനിക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നുണ്ട് ഒരു സിനിമ ചെയ്യാൻ. ജോണി വാക്കർ പോലൊരു സിനിമ ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നുണ്ട്. രഞ്ജിത്തിനും ഒരു കഥ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ അവിടെ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ ചർച്ചയിൽ വരുന്നുണ്ട്. ഓക്കെ. എനിക്ക് തോന്നുന്നു സാർ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അതും സിനിമാക്കാരനായി ജനിക്കണം എന്ന്. അടുത്ത സിനിമയും ആദ്യ സിനിമ പോലെ അത്രയും ഉദ്വേഗത്തോടെ ചെയ്യുക എന്നുള്ളതാണ്, അത്രയും പെർഫെക്റ്റ് ആക്കി അത്രയും അധ്വാനിച്ച് ചെയ്യുക എന്നുള്ളത്. ഈ സിനിമയോടുള്ള ഇഷ്ടം ഇങ്ങനെ നിലനിൽക്കുന്നത്, സിനിമ തരുന്നൊരു ഊർജം എന്താ? സിനിമ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. ജീവിതം തന്നെയാണ് സിനിമ, സിനിമ തന്നെയാണ് ജീവിതം. അങ്ങനെയാണ് ഇത് വന്ന് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സിനിമയിലുണ്ടായിട്ടുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. ജീവിതത്തിലുണ്ടായിട്ടുള്ള അപ്സ് ആൻഡ് ഡൗൺസ് സിനിമയെയും ബാധിച്ചിട്ടുണ്ട്. ഇത് വെർസറ്റാലിറ്റി ആയിട്ട് മാറുകയാണ് എൻ്റെ ലൈഫിൽ. എൻ്റെ ഇല്ലായ്മകൾ പലപ്പോഴും ചിലപ്പം പെട്ടെന്നൊരു ചെറിയ സിനിമ ചെയ്യാനുള്ള പ്രചോദനമാകുകയും ആ ഇല്ലായ്മയിൽ നിന്നുണ്ടാകുന്ന സിനിമ ഏറ്റവും മഹത്തരമായിട്ട് മാറുമെന്ന് മറ്റുള്ളവർ പറയുന്നു. അതേസമയം ഒരുപാട് സന്തോഷത്തോടെ ഒരു സക്സസിൻ്റെ സമയത്ത് ചെയ്തൊരു പടം ഒരു സൂപ്പർ ഫെയിലിയറായി മാറുന്നുണ്ട്. ഇതൊക്കെ ജീവിതത്തെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അപ്സ് ആൻഡ് ഡൗൺസ്. അപ്പോൾ ഏതാണ് ശരി എന്നുള്ളത് നമ്മളറിയാതൊരു നമ്മൾ പ്ലാൻ ചെയ്യുന്നൊരു വഴിയും അതിനോട് ചേർന്ന് ആരുടെയോ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട്. അത് ഞാൻ പലപ്പോഴും അത്ഭുതകരം നോക്കിയിട്ടുണ്ട്. ഇതില്ലാത്തതുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് അതിങ്ങനെ വരുന്നു. അത് ഓവറോൾ അതിൻ്റെ ഒരു റിസൾട്ട് എടുത്ത് നോക്കുമ്പം പരാജയം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നിപ്പോകും ചിലപ്പോൾ. കാരണം അടുത്തൊരു വലിയ സക്സസ്സിന് വേണ്ടി. ഓക്കെ. ഈ സാറിനെ സംബന്ധിച്ച് ഇപ്പോൾ കൊമേഴ്ഷ്യൽ സിനിമകളും നമ്മളല്ലാതെ പറയുന്ന ആർട്ട് ഹൗസ് സിനിമകളും ഇതിന് രണ്ടിൻ്റെ നടുക്ക് നിൽക്കുന്ന സിനിമകളും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വാണിജ്യപരമായൊക്കെ ഒരു ഇത് ഫേസ് നോക്കുമ്പം അത് ഇമ്പോർട്ടൻ്റ് കൂടിയാണ്. പക്ഷെ എന്നിട്ടും ഇഷ്ടമുള്ള സിനിമകൾ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള സിനിമകളൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ച് വലിയ കാര്യമല്ലേ? കാരണം അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരുടെ ഒരു ആർട്ടിസ്റ്റിക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത്. അത് ഞാൻ പുതിയ കുട്ടികളോട് പറയാറുണ്ട്. അവർ പറയും എനിക്ക് കഥയുണ്ട്, തിരക്കഥയുണ്ട്, പ്രൊഡ്യൂസറില്ല. ഞാൻ പറഞ്ഞു പ്രൊഡ്യൂസറെ നോക്കണ്ട. നിൻ്റെ കയ്യിൽ നിനക്ക് പൂർണ്ണ വിശ്വാസമുള്ള ഒരു കഥയുണ്ടെങ്കിൽ, നിനക്കൊരു ഡ്രൈവോ അത്രയും ഡീപ്പറായിട്ടുള്ളൊരു തേഴ്സ്റ്റോ ഉണ്ടെങ്കിൽ നീ സ്റ്റാർട്ട് ചെയ്യൂ. നാളെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഇറങ്ങും, എല്ലാം നടക്കുന്നതാണ്. അത്രേ വേണ്ടു. ഇതിന് സിനിമയ്ക്ക് പൈസയൊന്നും വേണ്ട. അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഇത് അത്രയും നമ്മളെ ട്രിഗർ ചെയ്യുന്നൊരു വേദനയോ തീക്ഷ്ണമായ ആഗ്രഹമോ മനസ്സിൽ നമ്മൾ നാളെ തുടങ്ങാം, ഉറപ്പാണത് നടന്നിരിക്കും. ആരെങ്കിലും ക്യാമറ ചെയ്യും, ആരെങ്കിലും ഫുഡ് മേടിച്ച് തരും, ആരെങ്കിലും അഭിനയിക്കും, അത് വന്നു ചേരും 100%. ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ചില അറിയാതെ സംഭവിച്ചു പോകുന്ന അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചില തെറ്റുകൾ അല്ലെങ്കിൽ ഒരു സിനിമ പരാജയപ്പെടുന്നത്, അപ്പോഴും എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഇല്ലായ്മയിൽ നിന്ന് ഞാനൊരു അത്ഭുതം കാണിക്കാൻ എനിക്ക് ആ ഒരു തീക്ഷ്ണത മനസ്സിലുണ്ട്. കാരണം സിനിമയോട് അത്ര ഇഷ്ടമാണ്, സിനിമയോടും സംഗീതത്തോടും അത്ര ഇഷ്ടമാണ്. അതടങ്ങാത്ത ഇഷ്ടമാണ്. ഇനി ചെയ്യാൻ പോകുന്ന സിനിമ എൻ്റെ ആദ്യ സിനിമ ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇതുവരെ ചെയ്തതൊക്കെ ഓരോ വഴികളിൽ വന്ന് ഭവിച്ചതും അല്ലെങ്കിൽ ചെയ്യേണ്ടി വന്നതുമൊക്കെയാണ്. ഒന്ന് ഞാൻ തീരുമാനിച്ചു, ഇനിയും അടുത്തത് കുറേ സമയമൊക്കെ സമയമെടുത്തോണ്ട് നന്നാവണമെന്നില്ല, ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഒരു ഫസ്റ്റ് ഫിലിം ചെയ്യണം. ഒരു സിനിമയിലും ചെയ്തിട്ട് വേണം ഇവിടുന്ന് പോകാൻ. കാരണം
ഈ നമ്മളെ നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരുപാട് മാസ്റ്റേഴ്സിൻ്റെ സിനിമകൾ ഇപ്പോഴും കാണുമ്പോൾ നമ്മൾ എവിടെയോ നിൽക്കുകയാണ് അല്ലേ. അപ്പം എങ്ങനെങ്കിലും നമ്മളെ മറ്റുള്ളവർ ഇൻസ്പയർ ചെയ്യുന്ന സിനിമ ചെയ്യണ്ടേ. അതെ അതെ. അപ്പൊ ഇതുവരെ ചെയ്ത സിനിമയിൽ ആ ഒരു തൃപ്തിയില്ല? എനിക്ക് അതൊന്നും അല്ല ചെയ്യേണ്ടതെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ. അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഓക്കെ. പലതരം റൈറ്റേഴ്സായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ കലൂർ ഡെന്നിസ് ആവട്ടെ, പറഞ്ഞ രഞ്ജിത്ത് ആവട്ടെ. അപ്പോൾ ഈ എഴുത്തിലുള്ളൊരു നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊരു കോൺട്രിബ്യൂഷൻ, ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ? എനിക്ക് ധൈര്യമില്ല എഴുതാൻ. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ എഴുതി തുടങ്ങി തിരക്കഥയ്ക്ക്. ഞാൻ പല സിനിമയ്ക്ക് എഴുതി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് 2 പ്രാവശ്യം ദേശീയ അവാർഡും തിരക്കഥയ്ക്ക് കിട്ടി. പക്ഷേ എനിക്ക് ധൈര്യക്കുറവുണ്ട് തിരക്കഥ എഴുതാൻ. അതുകൊണ്ട് ഞാൻ എപ്പോഴും തിരക്കഥ എഴുതുന്ന സുഹൃത്തുക്കളെയാണ് സമീപിക്കാറ്. പക്ഷെ അവരെഴുതുമ്പോഴും അതിൽ ഞാൻ ഇൻവോൾവ് ചെയ്യാറുണ്ട്. ഇപ്പം മാടമ്പാണ് കൂടുതൽ. മാടമ്പിൻ്റെ കൂടെ, കലൂർ ഡെന്നിസിൻ്റെ കൂടെ, രഞ്ജിത്തിൻ്റെ കൂടെ അധികം ഇൻവോൾവ് ഇങ്ങനെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. ശ്രീനിവാസനും ഒരു സിനിമയാണ്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിലൊക്കെ എനിക്കൊരു സ്പേസ് ഉണ്ട്. ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ചേർന്ന് പോകാൻ പറ്റും. മാടമ്പാണ് എൻ്റെ ടൂണിങ്ങിൽ കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. കാരണം മാടമ്പിൻ്റെ ഒരു സാംസ്കാരികമായ അല്ലെങ്കിൽ കാലങ്ങളായിട്ടുള്ളൊരു വലിയൊരു ഫിലോസോഫിക്കലായിട്ടും അല്ലെങ്കിൽ ഒരു അറിവ് അദ്ദേഹത്തിലുണ്ട്. ഭയങ്കര പാണ്ഡിത്യമാണ്. സംസ്കൃതം അറിയാം, വേദങ്ങളെക്കുറിച്ച് അറിയാം, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അറിയാം, ജീവിതത്തെക്കുറിച്ച് അറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ ചേർന്ന് പോകുമ്പോൾ ഞാനും ആഗ്രഹിക്കുന്ന ഏതൊക്കെയോ ഞാൻ ജീവിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ചില അന്തരീക്ഷത്തിലൂടെ അദ്ദേഹവും യാത്ര ചെയ്യുന്നു. അതുകൊണ്ടാണ് പൈതൃകവും ദേശാടനവും ഒരു പക്ഷേ ഞങ്ങൾ ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ ഒരു കൂടിച്ചേരൽ വല്ലാതെ നമുക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കിഷ്ടമാണ് ആ അന്തരീക്ഷം. നമുക്ക് അറിയാത്ത നമ്മൾ പക്ഷെ എന്നോ ജീവിച്ചിരുന്നു എന്ന് തോന്നുന്ന ഒരു കാലം അതെൻ്റെ മനസ്സിലുണ്ട് എപ്പോഴും. ഇപ്പം പാട്ടുകളെ കുറിച്ച് ഞാൻ തിരിച്ചു വരികയാണ്. സാറിൻ്റെ സിനിമകളിലെ ഭയങ്കര ബ്ലെൻഡാണ് പലതരം പാട്ടുകളുടെ, പലതരം സ്റ്റൈൽ പാട്ടുകളുടെ. എനിക്കതിൽ ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് പറയാൻ ഞാൻ മറന്നു, മില്ലേനിയം സ്റ്റാർസിലെ. ആ പാട്ട് എവിടേക്കോ തുടങ്ങി എങ്ങോട്ടൊക്കെയോ പോകുന്നൊരു പാട്ടാണ്. നമ്മളിപ്പോൾ ഈ 2000 ഒരു മില്ലേനിയം സിനിമയായിട്ടാണ് അത് വന്നത്. അന്ന് ചെറിയ സ്കൂളിൽ പഠിക്കുന്ന പ്രായം. പക്ഷെ അന്ന് ആദ്യമായിട്ട് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊന്നൊരു ഇപ്പോഴും ആ പാട്ട് കേൾക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ പാട്ടുകളുടെ ഒരു സെലക്ഷൻ ഉണ്ടല്ലോ, പാട്ടിന് ഓക്കെ പറയുക എന്നുള്ളത്, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് അത്രയും ഒബ്സഷനാണ് പാട്ട്. സിനിമയേക്കാൾ പാട്ട് ഇഷ്ടമാണ്. അപ്പം പാട്ട് എവിടെയോ ചെറുപ്രായത്തിലൊക്കെ നമ്മൾ കേട്ട് എവിടെയോ ആരോ പാടുന്ന അല്ലെങ്കിൽ ഒരു ഹാർമോണിയോ തബലയുടെ ശബ്ദത്തിൽ ഓടിച്ചെന്ന് ജനലിൻ്റെ അടിയിലൊക്കെ പിടിച്ച് കാണുന്ന ഒരു റിഹേഴ്സലോ ഇതൊക്കെ എവിടെ വല്ലാതെ ഹോണ്ട് എന്താണെന്നറിയില്ല. പക്ഷേ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്. റേഡിയോയിലൂടെ കിട്ടുന്ന കേൾക്കുന്ന പാട്ടുകളും അങ്ങനെയൊക്കെയുള്ള അപൂർവമായിട്ടുള്ള സന്ദർഭങ്ങളും. പക്ഷെ പാട്ട് ഒബ്സഷനാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പോസിങ് ടൈമിൽ നമ്മൾ അത് മതി എന്ന് പറയുന്നത് ആ ഇഷ്ടം എങ്ങനെയൊക്കെയോ സാധാരണ മനുഷ്യരുടെ ഇഷ്ടം കൂടെ കൂടി ചേരുന്നുണ്ട്. അത് എങ്ങനെയോ അതാണ് പാട്ടുകൾ ഹിറ്റാകുന്നത്. അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ അത്ര ആഗ്രഹമുള്ളതുകൊണ്ടായിരിക്കും. മില്ലേനിയം സ്റ്റാർസിലെ വിദ്യാസാഗർ സാറാണ് ചെയ്യുന്നത്. സാറിന് കൊടുത്ത റെഫറൻസ് ചിലപ്പോൾ എന്തായിരിക്കാം? കാരണം ഭയങ്കര ഡിഫറെന്റ് സ്റ്റൈലിലെ പുതുമയുള്ള പാട്ടുകളായിരുന്നു, വേറെ തന്നെ സ്റ്റൈലായിരുന്നല്ലോ. എന്തായിരിക്കും ഒരു അന്നോടുള്ള റെഫറൻസ്? വിഷ്വൽ റെഫറൻസ് ഞാൻ പലപ്പോഴും കമ്പോസിങ് സമയത്ത് വിഷ്വൽ റെഫറൻസാണ് പറയാറില്ല. അതെനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത് ഭരതേട്ടൻ നിന്നാണ്. ഭരതേട്ടൻ ദേവരാമാഷിന് ഇന്നെനിക്ക് പൊട്ടുകുത്താനുള്ള പാട്ടിന് വേണ്ടി അദ്ദേഹം പറഞ്ഞ കുറേ പെയിൻറ്റിങ്സ് കൊടുക്കുമായിരുന്നു. അത് നോക്കിയിട്ടാണ് 2 ദിവസം കഴിഞ്ഞ് വാ എന്ന് പറഞ്ഞ് വിട്ടിട്ട് ഇന്നെനിക്ക് പൊട്ടുകുത്താനുള്ള ആ പാട്ട് നമുക്ക് കിട്ടുന്നത്. അതൊരു ഭയങ്കര ഒരു അവർക്ക് ഒരു മ്യൂസിക് ഡയറക്ടർക്ക് അത് പറയുമ്പോൾ എന്തൊക്കെ വിഷ്വൽസാണ് വരുന്നെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലോട്ട് സ്വമേധയാ ഉണ്ടാകുന്ന ഒരു അത് ഞാൻ കൂടെ ചേർന്നിട്ടുള്ള സംഗീത സംവിധായകരൊക്കെ ഇപ്പോൾ ജോൺസൺ നീലരാവിൽ ഇന്ന് നിൻ്റെ താരഹാരങ്ങളായി അത് ചെയ്യുന്ന ജോൺസൺ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ് നിലാവാണ്. നിലാവിൽ എവിടെയോ തിരുവാതിര നടക്കുന്നു, അല്ലെങ്കിൽ ഇവർ തുടിച്ചു കുളിക്കാൻ പോകുന്ന പെണ്ണുങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ അതിൻ്റെ ചെറിയ ലാൻറ്റേൺ ഉണ്ടാവും അവരുടെ കയ്യിൽ. ആ പുഴയിൽ ഒരു നീല വെളിച്ചം ഉണ്ടാവും, പിന്നെ തിളക്കമുണ്ടോ, നിലാവിൻ്റെ തിളക്കമുണ്ടോ, ഇങ്ങനെയുള്ള കുറേ വിഷ്വൽസ് ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് എളുപ്പമാവും. അതൊരു വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. കൈതപ്പുറത്തിനോട് നമ്മൾ കളി വീടിറങ്ങിയല്ലോ പറയുമ്പോൾ ഈ
മകനെ സന്യാസത്തിന് വിട്ട് തിരിച്ചു പോകുന്ന അച്ഛൻ അവൻ നടന്ന വഴികളിലൂടെ തിരിച്ചു വരിക. അപ്പോൾ അവനെ കളിപ്പിച്ചതും ഓരോ ഓർമ്മകളും ഇങ്ങനെ തികട്ടി വരിക. അപ്പോൾ ആ വഴികളാണ് നമുക്ക്. അപ്പോൾ അത് അയാളെ കൂടുതൽ എന്താണ് കമ്പോസിങ്ങിൽ പ്രേരിപ്പിക്കും. കണ്ണകിയിൽ കൈതപ്പുറം വിശ്വനാഥനാണ്. അത് നെല്ലുവായ ധന്വന്തരി ക്ഷേത്രത്തിൽ ഒരു സന്ധ്യാസമയത്ത് അൽത്തറയിലിരുന്നിട്ടാണ് ഞങ്ങൾ കമ്പോസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കണ്ണകി എന്ന് പറയുമ്പോൾ നമ്മുടെ കഥയിലെ കണ്ണകി കൂടാതെ പഴയ ഒരു കാലമുണ്ട്. നമ്മുടെ ഒരു സ്ത്രീ ശക്തിയോടുകൂടി ഒരു മധുര നഗരം മുഴുവൻ ചുട്ട് കരിച്ച അതുപോലെ അത് കൈതപ്പുറം ആ ലിറിക്കൂടെ കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു കരിനീലക്കണ്ണഴി എന്നുള്ള പാട്ട് ആദ്യ ട്യൂണാണ്. അതൊരു ഫോക്കുണ്ട്, അതേപോലെ തന്നെ ഒരു കഥയുണ്ട്, എന്നാലൊരു വലിയ ചരിത്രമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുക്കാൻ പോകുന്ന പാട്ടിൻ്റെ വിഷ്വൽ നേരത്തെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഭയങ്കര ഗുണകരമാവും. ഭരതൻ സാറിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ കണ്ണകിയിൽ തന്നെ മറ്റേ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഗംഭീര പാട്ടാണ്. കളിവീടില് ആ സിനിമയില് കളിയാട്ടത്തില് മറ്റു പാട്ടല്ല, സോറി ദേശാടനത്തിലെ എങ്ങനെ ഞാൻ ഉറക്കേണ്ടു കേൾക്കുമ്പോൾ ഞാൻ ആ പാട്ട് കേട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെയാണ് പല പാട്ടുകളിലേക്ക് വരുമ്പോൾ സാറിന് ഇങ്ങനെ കേട്ടിട്ട് കണ്ണു നിറഞ്ഞ മൊമെന്റ്സ് പാട്ട് ചിട്ടപ്പെടുത്തി കേട്ട് കഴിയുമ്പോൾ ഉണ്ട്. കാരണം ഒരു പാട്ട് കാട്ടിൽ നിന്നുണ്ട് മൂളുന്ന കണ്ണ നീല കാർമുകിൽ വർണ്ണന നേരം എൻ്റെ മുത്തശ്ശി എന്നെ പടിയിറക്കിട്ടുള്ളതാണ്. മുത്തശ്ശിയാണ് ആ ലിറിക്ക് എനിക്ക് എഴുതി തന്നത്, അച്ഛൻ്റെ അമ്മ. അപ്പോൾ അത് കമ്പോസ് ചെയ്ത അതേ ട്യൂണാണ് എൻ്റെ അത് വെച്ചിരിക്കുന്നത്. നീലക്കാർമുകിൽ വർണ്ണന നേരം രാധ എന്നൊരു നാരിയുമായി. അപ്പോൾ അവരുടെ ആ ഒരു ഓർമ്മയിൽ നിന്ന് വന്നതാണത്. അത് എപ്പോഴും നൊസ്റ്റാൾജിക് റീകളക്ഷൻ നമ്മളെ സങ്കടപ്പെടുത്തും. പിന്നെ ഓഫ് കോഴ്സ് കളിവീട് ഉറങ്ങിയല്ലോ നമ്മുടെ സിനിമയാണെങ്കിൽ നമ്മളത് മറന്നുപോകും, നമ്മളറിയാതെ അതിലേക്ക് ഇൻവോൾവ് ആയി. അതുപോലെ കൈതപ്രസാദ് സാറിനെ കൊണ്ട് നമുക്ക് ഞെട്ടിപ്പോയിട്ടുണ്ട് ആദ്യമായിട്ട് ലജ്ജാവതിയൊക്കെ കേൾക്കുമ്പോൾ. പിന്നെ അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടല്ലോ ആൾ ഈ പാട്ട് എഴുതും എന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പൊ ആ ഒരു അസോസിയേഷനിലേക്ക് വരുമ്പോഴേ അതിന്റെ ഒരു രസം എന്തായിരുന്നു? കൈതപ്രം ഒരു അത്ഭുതമാണ്. കാരണം ഈ പറഞ്ഞ യൂത്ത്ഫുൾനെസ് മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. ഏത് പ്രായത്തിൽ ഇപ്പം മിന്നൽ വള അത് നമ്മൾ ആ ഒരൊറ്റ വാക്ക് മതി അല്ലേ? അതുപോലെ ലജ്ജാവതി അതുപോലെ തന്നെ ഒരു വാക്കാണ് നമ്മളെ വല്ലാതെ ഒരു വിസ്മയിപ്പിക്കുന്നത്. എന്നാൽ അതിൻ്റെ അകത്ത് ലജ്ജാവതിയുടെ താളവും ജാസിയുടെ ശബ്ദവും ഒക്കെ ചേർന്ന് അതിൻ്റെ അകത്തൂടെ പോകുന്ന ഒരു കുസൃതിയുണ്ട്, പഴയ കാലത്തിൻ്റെ ഓർമ്മകളുണ്ട്. അപ്പം അതിനൊക്കെ മിടുക്കനാണ് കൈതപ്രം. അതേസമയം യാത്രയായി കണ്ണീരിൽ മുങ്ങി ശുദ്ധനാമുണ്ണിതൻ ദേശാടന വേളയായി എന്ന് പറയാനും പറ്റും. ഇപ്പം സാറിൻ്റെ സിനിമയ്ക്ക് ചില വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഫോർ ദ പീപ്പിൾ ഒക്കെ ഇറങ്ങിയപ്പം ഭയങ്കര അരാഷ്ട്രീയമാണ്, അങ്ങനെ ആക്ടിവിസത്തെ കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പം അപ്പോഴൊക്കെ എന്താ തോന്നാറ്? എനിക്കൊന്നും അങ്ങനെ ഫീൽ ചെയ്യാറില്ല. കാരണം എനിക്ക് എൻ്റെ ദേശാടനം സിനിമ ചെയ്യുന്ന സമയത്ത് പൈതൃകമാണ് ആദ്യം ഞാൻ കേട്ട ആരോപണം, പൈതൃകമാണ്. അപ്പോൾ അതിൽ ഇതൊരു എന്താണ് ദൈവം അല്ലെങ്കിൽ എത്തിസ്റ്റും അല്ലെങ്കിൽ ദൈവവിശ്വാസവും ഇതും തമ്മിലുള്ളൊരു വലിയൊരു ബന്ധം പറയും. ഞാനൊരു ഹിന്ദു എന്താണ് ഒരു തീവ്രവാദിയാണെന്നോ ഹിന്ദു എന്താണ് സംഖ്യയാണെന്നൊക്കെ വിളിച്ച് ആരോപിച്ചിരുന്നു. എനിക്കറിയില്ലായിരുന്നു. കാരണം ദൈവത്തെ വിശ്വസിക്കാത്തതുകൊണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വളർന്നു വന്ന വഴികളിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഭയങ്കരമായിട്ടുണ്ട്. അമ്പലങ്ങളും അല്ലെങ്കിൽ ആ വഴികളും ഒക്കെ എനിക്ക് പ്രാർത്ഥനയുടെ വഴികളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഹോപ്പാണ്, പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ഒരുപാട് ഗുണം ചെയ്യാറുണ്ട്. സിനിമയിലും ആണെങ്കിലും നമുക്ക് ആ ഒരു ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ശക്തി എന്താണെങ്കിലും ഏത് ശക്തിയാണെങ്കിലും ആ നല്ലതാണെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം എല്ലാ ത്യാഗരാജസ്വാമികൾ രാമനെ ഭജിക്കുമ്പോൾ മുഴുവൻ സറണ്ടർ ചെയ്യാണ്. ആ സറണ്ടറിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നൃത്തം ചെയ്യുന്ന ഒരു സ്ത്രീ അവൾ നൃത്തം ചെയ്യുമ്പോൾ അതൊരു ആരുടെയോ മുന്നിൽ അതൊരു സറണ്ടറിങ് ഓഫറിങ് ആകുമ്പം അത് കുറേ കൂടെ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല, വേറെ ആർക്കോ വേണ്ടി ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡിപ്പെൻഡിങ് ഫീല് എനർജി നല്ലതാണ് എപ്പോഴും മനുഷ്യന്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഹോപ്പ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മളിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുമ്പം ഒരുപാട് ഈ ആത്മഹത്യകളൊക്കെ ഇങ്ങനെ കൂടുന്ന കാണുമ്പം ഒരു പ്രതീക്ഷ നമുക്ക് ആവശ്യമാണ്. അപ്പം ആ സപ്പോർട്ടാണത്. ഇത് ആരും തെറ്റ് പറയുന്നത്, നമ്മൾ ആരോ നമുക്കൊരു പ്രതീക്ഷ തരുന്നു, അത് നമ്മുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. നമ്മൾ ആരാണ്, ഏതാണേലും ഏത് മതത്തിലാണേലും നമുക്ക് അവരുടെ ആ രീതിയിൽ തന്നെ അതിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ആണ് എൻ്റെ ഏറ്റവും വലിയ ഊർജ്ജവും. അതുകൊണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള പല ബിംബങ്ങളെയും ഞാൻ കൂട്ടുപിടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ ആരോപണങ്ങൾ വരുന്നത്. ഇപ്പോൾ ഫോർ ദ പീപ്പിളിൽ വന്നപ്പോഴേക്കും
ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഔട്ട്ലുക്കിലാണ്. കാരണം റിബലാണ്. അന്നത്തെ എല്ലാ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തെ മുഴുവൻ നമ്മൾ ബ്രേക്ക് ചെയ്യുക യങ്സ്റ്റേഴ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് കൊണ്ട്. ആ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ഓരോ വിക്ടിംസിൻ്റെ മക്കളാണ് ഇതിനെതിരെ, കറപ്ഷനെതിരെ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ ചിന്തയാണ്. അങ്ങനെ ദേശാടനത്തിൽ വന്നപ്പം അത് സന്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയാണെന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ കാർലോ വിവാരി ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് കിട്ടുന്നത് ഫണ്ടമെൻ്റലിസത്തിന് എതിരെ ചെയ്ത ഫിലിം എന്നുള്ള രീതിയിലാണ്. അപ്പം ഈ കോൺട്രഡിക്ഷൻ എപ്പോഴും വരുന്നുണ്ട് ഒരേ രീതിയിൽ. ഞാൻ അത് ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇതൊന്നും എന്നെ ബാധിക്കാറില്ല. ഞാൻ ഇനി എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. അത് എന്തായാലും അങ്ങനെയാണ് എൻ്റെ ആഗ്രഹവും. ഇപ്പൊ തുടരുന്നുള്ള സിനിമയിൽ ശാന്തമി രാത്രിയിൽ ഉപയോഗിച്ച് മോഹൻലാലിന്റെ ഡാൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുക ചെയ്തല്ലോ. കണ്ടിരുന്നു. ഞാനത് എൻജോയ് ചെയ്തു. തിയേറ്ററിലിരുന്ന് ജനങ്ങൾ ആസ്വദിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വേറൊരു ഡയമെൻഷൻ തോന്നി. കാരണം മമ്മൂക്ക അന്ന് അത് ഷൂട്ട് ചെയ്യുന്ന സമയത്തും പിന്നീട് അത് ഹിറ്റായപ്പോഴും പിന്നീട് അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് ലാൽ ഡാൻസ് ചെയ്യുന്ന കാണുമ്പോഴും ഒക്കെ ജനം എടുക്കുന്ന ആ രീതി എവിടെയും നമുക്കൊരു സപ്പോർട്ട് കിട്ടും. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ട്യൂണാണ്, സെലക്ട് ചെയ്ത ട്യൂണാണ് അവരും അതിനോട് ചേരുന്നത്. അല്ല അതിനോടുള്ള ലിറിക്കാണ് അതിനോട് ചേരുന്നത്, അല്ലെ ആ ഡാൻസാണ് അവരെ ഇഷ്ടപ്പെടുന്നത്. അത് ഇന്നും നിലനിൽക്കുന്നു. 91 ചെയ്ത സിനിമ 2025 സെൻസേഷനായി മാറുന്നു. ഇപ്പോൾ ഒരു ഗ്യാതറിങ് ഉണ്ടെങ്കിൽ അവിടെ ശാന്തമി രാത്രി പാടുന്നു, പിള്ളേർ ഡാൻസ് ചെയ്യുന്നു, യങ്സ്റ്റേഴ്സ്. അത് കഴിഞ്ഞാൽ ഫൈനലായിട്ട് ലജ്ജാവതി വെക്കുന്നു, അതിനും ഡാൻസ് ചെയ്യുന്നു. കാരണം ലജ്ജാവതിക്ക് ഫൈനലേ പറ്റുള്ളൂ. കാരണം അതിനപ്പുറത്തോട്ട് ഒരു ഡാൻസിങ് പാട്ട് എനിക്ക് തോന്നുന്നില്ല ഉണ്ടായിട്ടുണ്ടെന്ന്. കാരണം അഹങ്കാരമായിട്ട് പറയല്ല, അത് ഒരു ഊർജ്ജമാണ്, അത് അപൂർവമായി സംഭവിക്കുന്ന ഒരു കൂടിച്ചേരൽ. അങ്ങ് നിൽക്കുന്ന അല്ലെങ്കിൽ എവർ ലാസ്റ്റിംഗ് ഒരു പാട്ട് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, പുതുമയോടുകൂടി നിൽക്കുന്ന ഒരു പാട്ട്. ഇപ്പം മമ്മൂട്ടിയായിട്ട് ലൗഡ് സ്പീക്കർ ചെയ്തു ജോണി വാക്കറിന് ശേഷം. 2 വ്യത്യസ്ത കഥാപാത്രങ്ങൾ മമ്മൂട്ടിക്ക് കൊടുത്തു. 3 സിനിമ ചെയ്തിട്ടുണ്ട്. ഒന്ന് ജോണി വാക്കറിൽ, ലൗഡ് സ്പീക്കർ, ദ ട്രെയിൻ. ട്രെയിൻ. അതെ അത് ഞാൻ മറന്നുപോയി. അപ്പോൾ മമ്മൂട്ടിയായിട്ടുള്ള ഒരു സൗഹൃദം ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. ഞാൻ മമ്മൂക്കായിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട്. പല സ്ക്രിപ്റ്റുകളും മമ്മൂക്കൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത് പിന്നെ ഞാൻ വേണ്ട റീവർക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം ബാക്കിയുണ്ട്. അതുപോലെ മോഹൻലാലായിട്ടും മോഹൻലാലുമായിട്ട് സിനിമ ചെയ്തിട്ടില്ല. അത് ചെയ്യണം എന്നുള്ളൊരു തീക്ഷ്ണമായ ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ കാലം കഴിയുന്തോറും ഇപ്പോൾ ഞാൻ ഇൻഡസ്ട്രി വന്നിട്ട് 30-35 വർഷത്തോളം ആവും. ഇതുവരെ ഒരു മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്തില്ല എന്നുള്ളത് എനിക്കൊരു വലിയ കുറവായിട്ടാണ് തോന്നുന്നത്. ഇതിനു മുമ്പ് അങ്ങനത്തെ ശ്രമങ്ങളും ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. ഈ 86 ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്നത് അല്ലേ ഭരതൻ സാറിൻ്റെ കൂടെ? സാറ് മരിച്ച് 27 വർഷം ഈ സമയത്ത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ തൃശ്ശൂർ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഭരതൻ സാറിൽ നിന്ന് സാറിന് കിട്ടിയ സാർ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ, ഒരു സിനിമയെ സമീപിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ആസ് എ പേഴ്സൺ അങ്ങനെയുള്ള രീതിയിലോ എന്താ സാറിന് തോന്നിയിട്ടുണ്ട്? ഒന്ന് ധൈര്യമാണ്. ഒന്ന് ഏത് പുതുമുഖത്തെ വെച്ചും ഏത് സബ്ജക്റ്റും ചെയ്യാനുള്ള ധൈര്യം ആ ഭരതേട്ടനിൽ നിന്ന് കിട്ടിയ എനിക്ക്. കാരണം ആ ഭരതേട്ടൻ്റെ എത്ര ഡിഫറൻ്റാണ് ഭരതേട്ടൻ്റെ തകരയും ചാട്ടയും, ഭരതേട്ടൻ ചെയ്തിട്ടുള്ള കാസ്റ്റിങ്ങും, അതുപോലെ തന്നെ ആ സബ്ജക്റ്റിനോടുള്ള അങ്ങനത്തെ സബ്ജക്റ്റ് എടുക്കുന്നതിലുള്ള ഭരതേട്ടൻ്റെ ധൈര്യം, അത് ഭയങ്കരമാണ്. ഒന്നത്. 2 സംഗീതം. ഭരതേട്ടൻ്റെ സിനിമകളിൽ പാട്ടുകൾ ഭയങ്കര വല്ലാതെ നമ്മളെ ഇപ്പോഴും ഇഷ്ടപ്പെടുത്തുന്ന പാട്ടുകൾ. അത് ഭരതേട്ടനിൽ നിന്ന് എനിക്ക് ഇൻസ്പയർ ചെയ്തതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വിഷ്വൽ ബ്യൂട്ടി. അത് ഒരു കഥ പറയുമ്പോൾ ആ കഥയുടെ പിന്നിൽ ഉണ്ടാവേണ്ട ഒരു അന്തരീക്ഷം, ആ കഥ എവിടെ പറയുന്നു, കടലാണോ കായലാണോ അതോ മലനിരകളാണോ കാടാണോ എന്ന് പറയുന്ന ഒരു പ്ലേസിംഗ് ഉണ്ട്. ഒരു കഥ എവിടെ പ്ലേസ് ചെയ്യുന്നു, അത് ഭരതേട്ടൻ്റെ ഒരു മാജിക്കാണ്. ആ ഭരതേട്ടൻ ആദ്യം അത് ഫിക്സ് ചെയ്യും. ഇപ്പോൾ താഴ്വാരം ഒരു വൈൽഡ് വെസ്റ്റ് ഒരു ലാൻഡ്സ്കേപ്പിലോട്ട് ഭരതേട്ടൻ അതിനെ കൺസീവ് ചെയ്ത് കഴിഞ്ഞു. എന്നെ ആ ലൊക്കേഷൻ കാണിക്കാൻ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം അഗളിയിൽ ഒരു കുന്നിൻ്റെ മുകളിൽ വരണ്ട മല പ്രദേശങ്ങളിൽ താഴെ ഒരു ചെറിയ പച്ചപ്പ് മാത്രമുള്ള ഒരു വീടുള്ള ഒരു കരിമ്പൻതോട്ടം. അതാണ് ലാല് പോകുന്ന വീട്, സുമലതയുടെ വീട്. ഇതാണ് ലാൻഡ്സ്കേപ്പ്. അപ്പം ആ ലാൻഡ്സ്കേപ്പാണ് ഭരതേട്ടൻ്റെ മനസ്സിലോട്ട് കയറിയിരിക്കുന്നത്. അത് പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്തും. ഭരതേട്ടൻ ഒരു ഇമേജിലേക്ക് അല്ലെങ്കിൽ മനസ്സിലുണ്ടായിട്ടുള്ള ഒരു വലിയ വിഷ്വൽ കോൺസെപ്റ്റിലേക്ക്
അത് ഓർമ്മയ്ക്കായി എന്നുള്ള സിനിമയിൽ ഒരു കടൽ തീരത്താണ് എൻ്റെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു വലിയൊരു സ്കൾപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്കൾപ്ചറിൻ്റെ അതിനെ ബാലൻസ് ചെയ്ത ക്ലൈമാക്സ് ഒക്കെ അതൊരു ഭയങ്കര ഹ്യൂജ് സ്കൾപ്ചറാണ്. ആ സ്കൾപ്ചർ ആരും സാധാരണ ഒരു ഫിലിം മേക്കർ ചിന്തിക്കില്ല. ഭരതേട്ടൻ്റെ ആ സിനിമ ഓർമ്മയ്ക്കായി കണ്ടാൽ അറിയാം. അത് നമ്മുടെ ആ സിനിമ കണ്ടിറങ്ങുമ്പോഴും ഈ സ്കൾപ്ചർ നമ്മുടെ മനസ്സിലുണ്ടാവും. അതൊരു ഭയങ്കര കഴിവാണ് ഭരതേട്ടൻ. അപ്പം അതെ അതെ. അപ്പം അതിനെ ആ വിഷ്വൽ നമ്മൾ കഥയെ എങ്ങനെ ഒരു വിഷ്വൽ ഡയമെൻഷനിലേക്ക് പ്ലേസ് ചെയ്യാം, അതിനെന്ത് കളർ ടോൺ കൊടുക്കാം, അവിടുത്തെ സംഗീതത്തിൻ്റെ ഒരു പ്രസൻസ് എങ്ങനെയായിരിക്കും, ഇതുള്ളത് ഭരതേട്ടന് കിട്ടിയത് എനിക്ക്. സാർ അസിസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആള് എങ്ങനെയാണ് ഈ വെൽക്കമിങ് ആണോ പറയുന്ന സജഷൻസിന്? അങ്ങനെ ഒരു ഡിസ്കഷൻസ് ഉണ്ടാകുമോ? ഭരതേട്ടൻ ഒരു ഗുരുകുലമാണ്. രാവിലെ ഞാനൊരു 8 മണിയാകുമ്പോൾ വീട്ടിൽ ചെല്ലും. ഞാൻ വന്നോന്ന് ചോദിച്ചിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ രാവിലെ വന്ന് കാപ്പി കുടിക്കുന്ന സമയത്ത് തന്നെ ഒരു ഡിസ്കഷൻ, സിനിമ മാത്രമേ ഉള്ളൂ. തിരിച്ച് കുളി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും സിനിമ, ഊണ് കഴിക്കാൻ ഞങ്ങൾ പുറത്തു പോയി തിരിച്ച് വന്ന് വൈകുന്നേരം വീണ്ടും സിനിമ, രാത്രി 11-12 വരെയൊക്കെ പോകുന്ന ഡിസ്കഷൻ. ഇതിൽ ഭരതേട്ടൻ കണ്ട സിനിമകൾ, വായിച്ച് അറിഞ്ഞ കഥകൾ, പിന്നെ അദ്ദേഹം ഇൻസ്പയർ ചെയ്ത പല പല സംഭവങ്ങൾ, ഇതെല്ലാം അതിൻ്റെ കൂടെ ഭരതേട്ടൻ്റെ വടക്കാഞ്ചേരി, മങ്കക്കാടും, ഉത്രാളിക്കാവ് പൂരവും, മച്ചാട് മാമാങ്കവും എല്ലാം വരും. എല്ലാ വിഷ്വൽസും പറയും. മച്ചാട് മാമാങ്കത്തിൽ ഇങ്ങനെ കെട്ടുകുതിരകളെ കൊണ്ട് ഇങ്ങനെ ഓടി വരുന്ന ഒരു മെക്സിക്കൻ ഒരു വിഷൻ ഭരതൻ പറയാറുണ്ട്. വിഷ്വൽ പൊടി പറത്തിക്കൊണ്ട് ഇങ്ങനെ വരുന്നത്, അതിൻ്റെ മുകളിലോട്ട് കുതിരകളെ ഇട്ട് കഴിഞ്ഞിട്ട് അതിങ്ങനെ വരുമ്പോൾ കൈകൾ ഉയർത്തി അത് പിടിക്കാൻ പോകുന്നത്. പിന്നെ വെളിച്ചപ്പാടിനകത്തുള്ള എടുത്തുകൊണ്ട് ഓടുന്ന ഒരു പാടവരമ്പ്, അതിന് മുന്നിൽ കുഴൽ വിളിച്ചുകൊണ്ട് ഒരാൾ ഓടുന്നുണ്ടാവും. ആ കുഴലിൻ്റെ ശബ്ദം ഇങ്ങനെ കാറ്റനുസരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സിൽ, അത് ഞാൻ കണ്ടിട്ടില്ല മച്ചാട് മാമാങ്കം, പക്ഷെ എൻ്റെ മനസ്സിൽ ഫിക്സ്ഡാണ്. അപ്പം ഇത് വേറെ ആർക്കും പറ്റില്ല, ഒരു ഗുരുവിനും പറ്റില്ല. ലൊക്കേഷനിൽ ഷൂട്ടിംഗ് സമയത്തും ഒരു ഷോട്ട് ഓക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് നോക്കും. നമ്മൾ കൺവിൻസ്ഡ് അല്ലെങ്കിൽ പുള്ളി ഓക്കെ ചെയ്യത്തില്ല. അത് ഒന്നും എടുക്കല്ലേ, ഭയങ്കരമാണ് ആ കാര്യത്തിൽ, ഭയങ്കര ലിബറലാണ്. അതൊരു ശരിക്കൊരു അങ്ങനെ ഒരു ഗുരുവിൻ്റെ അടുത്ത് വന്നത് തന്നെയാണ് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. ഇതൊരു ക്ലീഷേ ക്വസ്റ്റ്യനും ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ഭരതൻ സാറിന്റെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ പറയാൻ ഒരു സിനിമ പറ്റില്ല പറയാൻ. കാരണം കുറേ അധികം സിനിമ ഭരതേട്ടൻ്റെ കാര്യത്തിൽ വൈവിധ്യങ്ങളാണ് ഒരുപാട് ഉണ്ട്. എന്നാലേ പറയാം. പ്രയാണം ഭരതേട്ടൻ്റെ ആദ്യ സിനിമ. ഭരതേട്ടന് ഏറ്റവും ഇഷ്ടം പ്രയാണമായിരുന്നു. മരിക്കാൻ കിടക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു പ്രയാണം പോലൊരു സിനിമ ചെയ്യണം. ഞാൻ പറഞ്ഞു ഭരതേട്ടൻ അതുപോലൊരു സിനിമ ചെയ്യുന്നു, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അന്ന് ഞാൻ ദേശാടനമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയം. ഞാൻ പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം, ഭരതേട്ടൻ പ്രയാണം പോലൊരു സിനിമ ചെയ്യണം, നമുക്ക് വീണ്ടും എന്ന് പറഞ്ഞ് നമുക്ക് അവിടേക്ക് പോകാം. വടക്കാഞ്ചേരിയിൽ അന്ന് ആ ഗ്രാമത്തിൽ ഭരതേട്ടൻ്റെ വീട്ടിൽ താമസിച്ച് പുഴയുടെ തീരത്തൊക്കെ ആ സിനിമ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതുപോലൊരു സിനിമ ചെയ്യാം. ശരി. അത് കഴിഞ്ഞ് 2 ദിവസം ഞാൻ മരിച്ചു. അപ്പോഴും ലളിത ചേച്ചി പറയായിരുന്നു, ജയം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, അത് പ്രയാണം പോലൊരു സിനിമയായിരിക്കും. അത് എന്നും പറയും. അത് ഒരു വല്ലാത്തൊരു, കാരണം അത് നമ്മൾ പറഞ്ഞല്ലേ, ഇല്ലായ്മകളിൽ നിന്നും നല്ല സിനിമ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. എല്ലാ സ്കേഴ്സിറ്റി ഉള്ളപ്പോഴാണ് ഭരതേട്ടൻ പ്രയാണം ചെയ്തത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്, അവരെല്ലാം വീട്ടിൽ താമസിച്ചു. അതൊക്കെ എനിക്കൊരു ഇൻസ്പിറേഷനായിരുന്നു ദേശാടനത്തിന്. അതും സത്യത്രയുടെ പഥർപാഞ്ചാലി ചെയ്ത രീതിയൊക്കെ എനിക്ക് ഇൻസ്പിറേഷനാണ്. കാരണം അവർക്കൊന്നുമില്ല, പക്ഷെ ഒരു വലിയ സ്വപ്നം മനസ്സിലുണ്ട്. അതുകൊണ്ട് സത്യത്രയുടെ ഏറ്റവും നല്ല സിനിമ പഥർപാഞ്ചാലിയാണ്, ഭരതന്റെ ഏറ്റവും നല്ല സിനിമ പ്രയാണമാണ്. എൻ്റെ ആർട്ടിനോടുള്ള സ്നേഹമാണ് അല്ലേ? അവിടെ ഒന്നും നമുക്ക് ഉണ്ട് എന്നുള്ളതൊന്നും അവിടെ ആവശ്യമില്ല. പണം ഉണ്ടെന്നോ അതൊന്നും വേണ്ട, പ്രൊഡ്യൂസർ ഒന്നും വേണ്ട. ആ തീക്ഷ്ണമായ ഒരു ആഗ്രഹം, അതുപോലെ അതിനുവേണ്ടിയുള്ള ഒരു ഇറങ്ങി പുറപ്പെടൽ, അത് ഇമ്പോർട്ടൻ്റ്. അതില്ലാത്തടത്തോളം നമ്മളിൽ തന്നെ വെള്ളം ചേർക്കും. സാറിൻ്റെ സിനിമകൾ കണ്ടിട്ട് അഭിപ്രായം പറയുമോ? അങ്ങനെ എൻ്റെ സിനിമകൾ ഭരതേട്ടൻ ആദ്യത്തെ 2 സിനിമ വിദ്യാരംഭവും മറ്റേ ആകാശക്കോടൽ സുൽത്താനും കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു എന്തിനാ അങ്ങനത്തെ സിനിമ ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജീവിക്കാൻ വേണ്ടിയാണ്, ജീവിക്കാൻ വേണ്ടി വല്ല മത്തിക്കച്ചവടം ചെയ്തു തുടങ്ങി വെച്ചു. അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു, ഷോക്കിംഗ് റിയാലിറ്റി ആയിരുന്നു. പിന്നീട് ദേശാടനം കണ്ടതിന് ശേഷം ഭയങ്കര സന്തോഷവും സ്നേഹവും ഉണ്ടായിരുന്നു.
എൻ്റെ അടുത്ത് കയ്യിലിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ജയൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും ഈ സിനിമ. അവിടുന്ന് സിനിമ കണ്ട് വീട്ടിലെത്തുന്നവരെല്ലാം ലയിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്ക് എൻ്റെ പ്രയാണം ചെയ്ത അതേ ഫീലാണ് ഈ പടം കണ്ടപ്പോൾ തോന്നിയത്, ജയൻ നന്നായിട്ട് ചെയ്തു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് ഈ കളിയാട്ടം ചെയ്യുമ്പോഴും പിന്നീട് എല്ലാ പടങ്ങളും നന്നായിട്ട് ഒബ്സർവ് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരുപക്ഷെ ഈ വാണിജ്യ സൈഡ് നോക്കാതെ ഇഷ്ടമുള്ള സിനിമ ചെയ്യാനുള്ള ഒരു ധൈര്യം അതിൽ നിന്നായിരിക്കും ആ ഒരു വലിയൊരു, പിന്നെ ഞാൻ ചെയ്യുന്നത് ജോണി വാക്കറാണ്. ഞാൻ ആ കോംപ്രമൈസ് അല്ലെങ്കിൽ ഒരു ഫോർ ദി സേക്ക് ഓഫ് ഡൂയിങ് സംതിങ് എന്നുള്ള വേണ്ടാന്ന് വെക്കുന്ന ഒരു മൊമെൻ്റ് അതായിരുന്നു. അത് എനിക്ക് മനസ്സിലൊരു ചാട്ടുളി പോലെ മനസ്സിൽ തറച്ച ചോദ്യമാണ്. അതുകൊണ്ട് പ്രേക്ഷകർക്ക് ഒരു വേഴ്സറ്റൈൽ ഡയറക്ടറെയും കൂടെ കിട്ടി. എത്ര ടൈപ്പ് സിനിമകളാണ്. അതെ അതെ, കാരണം ഇത് ഞാൻ പറഞ്ഞല്ലേ, നമ്മളൊന്നും പ്ലാൻ ചെയ്യുന്നതല്ല, നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നൊരു വഴി, സംഭവിക്കുന്ന വേറൊരു വഴി, രണ്ട് വഴിയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ചിലത് നന്നായി വരും, ചിലത് മോശമാവും. ഈ ഞാൻ പറഞ്ഞ ജീവിതം ചിലപ്പോൾ സിനിമയാവും, സിനിമ ജീവിതമാവും എന്ന് പറഞ്ഞ ആ ഒരു കമ്പാരിസൺ. ഇപ്പോൾ റീ റിലീസുകളുടെ ഒരു കാലം കൂടിയാണല്ലോ. സാറിൻ്റെ സിനിമ ഏതെങ്കിലും അങ്ങനെ? എൻ്റെ 2 സിനിമകൾ റീ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിപ്പം വർക്ക് തുടങ്ങി, ഫോർ ദ പീപ്പിളിൻ്റെ വർക്ക് തുടങ്ങി. അത് സെപ്റ്റംബറിൽ ഇറങ്ങും. ജോണി വാക്കറും ഇറങ്ങുന്നുണ്ട്. അപ്പം പുതിയ വോയിസസിനെയും അതുപോലെ സ്റ്റാർസിനെയും ഒക്കെ പരിചയപ്പെടുത്തിയ ഒരാളുകൂടിയാണ്. ഇപ്പം ഈ മെഹഫിലേക്ക് വരുമ്പം സംഗീതം അതിൻ്റെ ഒരു മെയിൻ ഫാക്ടറാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും പുതുമ അതിലുണ്ടോ? പുതിയ ആൾക്കാർ പാടുന്നതോ? ഉണ്ട്, ഒരുപാടുണ്ട്. കാരണം ഇത് മെഹഫിലാണ്, മുല്ലശ്ശേരി രാജുവേട്ടൻ്റെ കഥയുമായിട്ട് ഒരുപാട് ചേർന്ന് നിൽക്കുന്നു. ഒരു മെഹഫിൽ രാവിലെ അവിടെ പാടുന്ന സ്വരങ്ങളിൽ ഒന്ന് മുസ്തഫ, കോഴിക്കോട് മാത്തോട്ട മുസ്തഫ എന്ന് പറയുന്ന ആളുടെ ശബ്ദം, ബാബുരാജ് MS ബാബുരാജിൻ്റെ കമ്പോസിങ് ടൈമിലുള്ള അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ്. റെക്കോർഡായിട്ട് ഇപ്പോൾ കേൾക്കാം, യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പം അതിനോട് ഒരുപാട് സമാനമാണ്. ബാബുക്കായുടെ പാട്ടുകൾ മാത്രം പാടി മേഫിലുകളിൽ പോകുന്ന ആളാണ് മുസ്തഫ, അതുപോലെ മുകേഷിൻ്റെയും. അപ്പോൾ ഇത് ആ ശബ്ദത്തിൽ ഭയങ്കര രസമാണ്. നൊന്തവർക്കെ നോവറിയുന്നുള്ളൊരു ഗാനം നല്ല ഭംഗിയോടുകൂടി അദ്ദേഹം പാടിയിട്ടുണ്ട്. ഭയങ്കര ഭാവമാണ് അതിന്. പിന്നെ ദീപാങ്കുരൻ്റെ ഭാര്യ പാടിയിട്ടുണ്ട്. അതുപോലെ കുറേയധികം പുതിയ ഗായകർ, പിന്നെ വേണുഗോപാലിൻ്റെ മകൻ പാടിയിട്ടുണ്ട്. പിന്നെ രമേശ് നാരായണൻ, ഓഫ് കോഴ്സ് രമേശ് നാരായണനും വേണുഗോപാലും പാടിയിട്ടുണ്ട്. അപ്പം ഒരു മ്യൂസിക്കൽ ഒരു ട്രിബ്യൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു വയ്യാതെ കിടക്കുന്ന 90% ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് എങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഫിലോസഫിക്കൽ ഒരു ഡയമെൻഷൻ കൂടെ ഉണ്ട്. ഇപ്പം സാർ ഒരുപാട് നന്ദി. സാർ മുമ്പേ പറഞ്ഞ പോലെ ആദ്യ സിനിമ വേഗം വരട്ടെ, ഗംഭീര സിനിമ വരട്ടെ. ആവട്ടെ, ഞാനും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാ ആശംസകളും. താങ്ക് യു.